ഗുഡ് മോർണിംഗ് ഗൈസ്. വിശക്കാൻ തുടങ്ങി. കുറച്ച് ചോറല്ല പഴഞ്ചോറ് ഗൈസ്. കുക്കറിൽ എൻ്റെ പഴഞ്ചോറിരിപ്പുണ്ട്, കട്ടത്തൈരിരിപ്പുണ്ട്, തക്കാളി അച്ചാറിരിപ്പുണ്ട്, നെല്ലിക്ക അച്ചാറിരിപ്പുണ്ട്, പിന്നെ രണ്ട് സ്വന്തം മുട്ടക്കൂട്. ഒരു പിടി പിടിക്കാൻ ഗൈസ്. വീട്ടിൽ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് മിച്ചം വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. രാവിലെ ചൂടാക്കി കഴിക്കാൻ പറഞ്ഞാൽ ഞാനും വാച്ചനും വലിയ മൈൻഡ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ അമ്മ അതൊന്നും കളയാതെ ചൂടാക്കി കഴിക്കും. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഇതെന്തിനാ കഷ്ടപ്പെട്ട് കഴിക്കണത്, അങ്ങോട്ട് കളഞ്ഞാൽ പോരെന്ന്. പക്ഷേ ഞാൻ ദുബായിലേക്ക് മാറിക്കഴിഞ്ഞ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഗൈസ്. കാരണം നമ്മളിവിടെ തനിച്ചാണ്. നമുക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കണം. അപ്പോൾ കുറച്ചൊക്കെ മിച്ചം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കളയാൻ മനസ്സ് അനുവദിക്കത്തില്ല. കാരണം അതിൻ്റെ പുറകെ കിടന്ന് പണിയെടുത്ത് നമ്മൾ തന്നെയല്ലേ ഗൈസ്. സോ അങ്ങനെ ഒരു പണി കിട്ടിയ അവസ്ഥയാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഭക്ഷണം ഏറെ ഉണ്ടാക്കി അത് ചൂടാക്കി കഴിക്കാറുമുണ്ട്. കാരണം ഞാൻ ഇച്ചിരി മടി ലേശം കൂടിയ കുട്ടിയാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം ആദ്യത്തെ ഗണത്തിൽ പെടുന്നതാണ്. കാരണം ഇന്നലെ ചോറ് വെച്ച് അത് ബാക്കി വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി ഞാൻ വെള്ളം ഒഴിച്ചിട്ട കഥയാണ് ഇന്ന് ഞാൻ പഴകഞ്ഞിയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.